ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി തക്കാര ഹബ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. തക്കാര ഹബ് റെസ്റ്റോറൻറ്റ് ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ചെന്നൈ പെരുങ്കുടിയിലാണ്. അപ്പോൾ അവിടുത്തെ മെനു കാർഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ മെനു കാർഡിൽ ഉള്ളത് കൂടാതെ ബീഫ് വെറൈറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. റേറ്റ് വേറുള്ള മലയാളി റെസ്റ്റോറൻറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കമ്മിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് തന്നെ ലെമൺ ടീന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ലെമൺ ടീ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശേഷം ഞങ്ങൾ കുറച്ച് കൂടുതൽ ഐറ്റംസ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബീഫ് കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു. കൂടെ തന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ടയും ചിക്കൻ റോസ്റ്റും, പിന്നെ നമ്മുടെ പൊറോട്ടയുടെ കൂടെ കോംബോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. വാവയ്ക്ക് ഇടിയപ്പമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മുടെ ദേശീയ ഭക്ഷണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും കൂടെ കൂട്ടി തട്ടാൻ പോവുകയാണ് എൻ്റെ ചേട്ടൻ. അപ്പോൾ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിൽ കഴിക്കുന്ന അതേപോലെ തന്നെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കപ്പ ബീഫ് ബിരിയാണിയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ദേശീയ ഭക്ഷണം എനിക്കും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ പ്ലേറ്റ് ഞാൻ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മുടെ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപാര ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ കോംബോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ചിക്കൻ കറി കൂട്ടി ഒന്ന് പിടിച്ച് നോക്കി, അതും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കിയത് മതിയെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റ് തിരിച്ചു വാങ്ങി എൻ്റെ കപ്പ ബീഫ് ബിരിയാണിയുടെ പ്ലേറ്റ് തിരിച്ച് തന്നിരിക്കുകയാണ്. അടുത്ത ചിക്കൻ ബിരിയാണി ഞാൻ ഓൾറെഡി തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് അടിപൊളിയാണ്. അപ്പം ഞാൻ കപ്പ ബീഫ് ബിരിയാണിയും ലെമൺ ടീയും കൂടെ കുടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.